lovely viewers, welcome back to my channel. നീണ്ട 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഇതാ ഒരു വ്ളോഗുമായി വന്നിരിക്കുന്നു. വീണ്ടും ഒരു കാറിലിരുന്നാണ് വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്ളോഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ചേച്ചി വന്നിരിക്കുന്നു, അതുകൊണ്ട് ഫോൺ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ വ്ളോഗ് എടുക്കുന്നു. സോ പിന്നെ അവിടെ കുറച്ച് വീട് പണികളും വീട് പണിയല്ല, കുറച്ച് ഗേറ്റ് പണികളും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് ബംഗാളിയിൽ നിന്നൊരു ബംഗാളിയെ ചെമ്പിച്ച് മുടിയായ ഒരു ബംഗാളിയെ നമ്മൾ ഇറക്കിയിരിക്കുന്നു. സോ ഇനി അതിൻ്റെ വ്ളോഗ്സും കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളും ഒക്കെ ആയിരിക്കും. ചേച്ചിയെ വിളിക്കാൻ ഞാൻ മാത്രമാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് മോംസ് കണ്ടിട്ടില്ല. സോ മോംസിൻ്റെ അടുത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ ക്ലിപ്സിലിടാം. ഇപ്പോൾ വീട്ടിൽ വന്ന് സ്നേഹപ്രകടനമൊക്കെ കണ്ട് ഇവിടെ ഒരാൾ ഒരു പെട്ടി എന്തേ തപ്പി നടക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ അമ്മയുടെ റൂമിൽ അത് ഭദ്രമായി വെച്ചു എന്ന്. വേറെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ എനിക്ക് കേടാൻ പോകുന്നത്. പുറകിലുണ്ടെന്നുള്ള ശബ്ദം നമുക്കിത് പൊട്ടിച്ചു വെക്കാം. ഗൈസ്, ഞാനിവിടെ ഉള്ള സമയത്ത് ഇവിടെ ദോശയും ചമ്മന്തിയുമാണ് എല്ലാ ദിവസവും. പക്ഷെ ഇന്നിവിടെ ഇടിയപ്പം, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, ഇതൊക്കെ ആ മുട്ട പുഴുങ്ങിയത്. പിന്നെ ഒരു സംശയമുള്ളു, ഇതിൻ്റെ എവിടെ തടി വെപ്പിക്കാനാണ് എന്നൊരു സംശയമേ എനിക്കുള്ളൂ. ഫുഡ് കാണിച്ചു തരാം ഞാൻ. ദാണ്ട ഗൈസ്, മുട്ട, ചിക്കൻ കറി, തടിച്ചി, എൻ്റെ പാവ അമ്മ. ഓക്കെ, ചിക്കൻ ഫ്രൈ. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ഞാനൊന്ന് പാവ അമ്മ എന്ന് പറയുന്നതിന് കണ്ടില്ലേ എന്നെ കളിയാക്കുന്നത്? ഗൈസ്, നമ്മളിപ്പോൾ സോപ്പിട്ട് പാവ അമ്മ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് പല പല ചേഞ്ചസും പല പല സംഭവങ്ങളും ഞാനിവിടെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴേ സോപ്പിട്ടൊക്കെ നിൽക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഐഫോൺ അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമ്മളിനി പെട്ടി അൺബോക്സിങ്ങിലേക്ക് പോയിരിക്കുകയാണ്. ഒരു പച്ചപ്പെട്ടിയുണ്ട്, അതിനകത്ത് കുറച്ച് തുണി, അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ച്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്കിഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്സ് ആണെങ്കിൽ ഇല്ല. പക്ഷെ ഒരു ഗുമ്മിന് നമുക്ക് പൊട്ടിച്ച് വെക്കാം. ഗൈസ്, പെട്ടി പൊട്ടിച്ചപ്പോൾ അതിനകത്തൊന്നും ഇല്ല, തുണികൾ മാത്രം. അങ്ങനെ നമ്മൾ വീണ്ടും ചപ്പിപ്പോയിരിക്കുന്നു. നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഗൈസ്, അടിയിലോട്ട് തോരുന്നപ്പോൾ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട്, നമുക്ക് പൊളിച്ച് നോക്കാം. ആടുജീവിതം പോലെ കുറേ കുപ്പൂസ് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയ്ക്ക്. അമ്മ ആടുജീവിതം മൂവി കണ്ട് ഇൻസ്പയറായി കുപ്പൂസ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് കുപ്പൂസ് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ എന്നാ ചോക്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ ഗായ്സ്, ഇത് ചോക്ലേറ്റ് സെക്ഷൻ. പക്ഷേ സ്നിക്കേഴ്സ് എനിക്കിഷ്ടമല്ല, ഇതെനിക്കിഷ്ടമല്ല, ഇതെനിക്കിഷ്ടമല്ല, ഇതിനകത്തിലെ ഒന്നും തന്നെ എനിക്കിഷ്ടമേ അല്ല. Oh, I forgot to bring Twix, I guess. No, it's there. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഇത് മാത്രമുണ്ട്, വേറെ നത്തിങ്. ആഹാ, ഇതൊക്കെ ഉണ്ടോ? കളർ ചോക്ലേറ്റ്സ് എല്ലാം നൈസാണ്, അടിപൊളി. പക്ഷേ ഒന്നും എനിക്കിഷ്ടമല്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കളറടിക്കുന്ന 2-3 ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കരുതി ഇതൊക്കെ എനിക്കാണ്, പക്ഷെ ഇതൊന്നും എനിക്കല്ലേ. സങ്കടമൊന്നും ഇല്ലേ, പിന്നെ ചെറിയൊരു വിഷമം.
എനിക്ക് ആ ടിക്സ് മുട്ടായി മാത്രമേ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് തിങ്സിൽ അതും ഇതും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സാധനം അവൾക്ക് വാങ്ങിച്ചതാണ് അവൾ, പക്ഷെ ഞാനിങ്ങനെ എടുക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വാങ്ങണമെന്ന് കരുതിയിരിക്കുന്നതായിരുന്നു. പിന്നെ ഇതിൽ നിറച്ച് ചോക്ലേറ്റ്സ് ആണ്. ട്വിക്സ് അതെനിക്ക് മാത്രം. ഇതിനകത്തുനിന്ന് ഒറ്റ പീസ് ഞാൻ ഒരു മനുഷ്യർക്കും തരുന്നതല്ല, ഞാൻ എടുത്തിട്ട് പറയുന്നു അത്. പിന്നെ ഇൻഡോമി നൂഡിൽസ് സ്പൈസി, അതിഷ്ടമാണ്. വേറെ ഒന്നും അത് ഇഷ്ടമില്ല ഇതിനകത്ത്. ഇനി നമുക്ക് ചേച്ചിക്ക് ഒരു സാധനം കൊടുക്കാം. അത് ചേച്ചി അൺബോക്സ് ചെയ്യട്ടെ. ഞാൻ പിന്നെ ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സൽസ്വഭാവി ആയതുകൊണ്ട് ഞാൻ അത്രയും ബുക്സ് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, എന്താണ് ഇതിനകത്ത്? മൈ ബുക്സ്. എന്താണ് ബുക്കിനോട് ഇത്ര ഭ്രാന്ത്? I wanted for years. Manu S. Pillai's Ivory Throne. This book is my favorite. And it was really costly. ഇപ്പോഴാണ് ഓഫറിന് കിട്ടിയത്. ആ ബുക്ക് കാണാൻ പിന്നെ ഒരു ഗുമ്മുണ്ട്. ഓക്കെ, ഇവിടെ അടുക്കി വെക്കുന്നുണ്ട്. എല്ലാം ഫേവറേറ്റ് എന്ന് പറയുന്നുണ്ട്. It's about Syria, you know. So I have to read. ഇതൊക്കെ എന്ത് വട്ടാണോ എന്തോ. ഇനി വേറൊരു സംഭവങ്ങളുണ്ട്, അതും കൂടെ അങ്ങ് എടുത്തിട്ട് കൊടുത്തേക്കാം. ഇറ്റ്സ് ഹെയർ കളർ. ഞാൻ അടിച്ചു കേട്ടോ, പക്ഷേ വെയിലത്തിറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പം ഇനി ഇതിൻ്റെ ഹെയർ കളർ വരുന്നുണ്ടേ. It's cherry cock. അപ്പോൾ ഗായ്സ്, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ കളറിലേക്ക് പോവുകയാണ്. ഞാനല്ല, ചേച്ചി. സോ അതിനുള്ള പ്രിപ്പറേഷൻസാണ്. ചേച്ചി ഇതാ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, Eat 5 star, do nothing. അപ്പോൾ ഈവനിങ് ഞാൻ അപ്പച്ചി അടുത്തേക്ക് പോയിറങ്ങുകയാണ്. ഇവിടെ ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്, അതാണ് സൗണ്ട്. ഗൈസ്, ഈ ഷൂട്ട് ഞാൻ എൻ്റെ ഫോണിലാണ് ചെയ്തത്. ഇപ്പം തൊട്ടാളെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പം ഞാൻ അപ്പച്ചെടുത്ത് വന്ന് ഇവിടെ ഫോൺ അപ്ഡേറ്റ് ഇട്ടിട്ട് ഫോൺ ചൂടായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നു. അപ്പച്ചിതാ ചേച്ചിയായിട്ട് കത്തി വെക്കുന്നു. മാമന്തോ അവിടെ ഇരിക്കുന്നു. ഗൈസ്, ഹെയർ കളർ ചെയ്തതിൻ്റെ റെഡ് കളർ ഇതാണ്. ഓക്കെ, മുട്ടയും ചിക്കൻ വറുത്തൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ചോറ് തിന്നാം. രാവിലത്തെ വീഡിയോസ് എല്ലാം ചേച്ചിയുടെ ഫോണിലാണ് എടുത്തത്. ഇപ്പോൾ ഉള്ളത് എൻ്റെ ഫോണിലൂടെ എടുക്കുന്നത്. അതിന് കുറച്ച് ഷോയ കാണും. ചേച്ചി എനിക്ക് ഒരു ലിപ്സ്റ്റിക് മെബിലൈൻ്റെ കൊണ്ടുവന്നു. ലിപ്പി എന്നാണ് ഷെയ്ഡ്. അപ്പം ഇനി എൻ്റെ വ്ളോഗ്സ് കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വരാം, അല്ലെങ്കിൽ റീൽസ് ആണെങ്കിലും കുറച്ച് അടുപ്പിച്ച് വരാം. അപ്പം എല്ലാവരും കാണുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.